രണ്ടാമത് ശാത്താൻ ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രമാണ് നമ്മളെ ടയേർഡാക്കുക എന്നുള്ളത്. ശരിയാണ്, നമ്മൾ ഒത്തിരി ബിസിയാക്കി കൊണ്ടുപോയാൽ പിന്നെ നമ്മളെ അങ്ങ് ടയേർഡാക്കും. ശരിയല്ലേ? ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് നിൽക്കും. ഈ തളരുന്ന സമയത്ത് ശാത്താൻ്റെ ഒരു പണി എന്താണെന്നറിയോ? അന്നേരം നിങ്ങളോട് വന്നവൻ സംസാരിക്കും. എങ്ങനെയാണ് ശാത്താൻ സംസാരിക്കാന്നറിയോ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി നിങ്ങളൊരു ചാരിക സൈഡിലൊന്നും ഇരുന്നേ, അല്ല വെറുതെ ഒന്ന് കിടക്കാൻ ബെഡിൽ ഒന്ന് മലർന്ന് ഒന്ന് ചുമ്മാ ഒറ്റയ്ക്ക് ഒന്ന് കിടന്നേ. അപ്പം തുടങ്ങും ഇവൻ നിങ്ങളുടെ കാതിലൂടെ മന്ത്രം. അതിന് ഈ മാരി ബ്രദർ സംസാരിക്കുന്ന മൈക്കും എന്താ പറയുക മൊബൈലും അതും ഇതൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ കാതിൽ വന്നിട്ട് അവൻ മന്ത്രിക്കും. എന്നാലും കല്യാണം കഴിച്ച 6 മാസത്തിന് അമ്മായിയപ്പൻ അങ്ങനെ പറഞ്ഞല്ലോ, അയാളും അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഒരു ഫീലിങ്സ് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുതരിച്ചേക്കാൻ. ഈ ഫീലിങ്സ് വന്നാൽ പിന്നെ ഈ ഫീലിങ്സിനെ തൊട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കയറി എന്തുമാത്രം ദുഷ്ടചിന്തകൾ മനസ്സിൽ വരും. സെയിം തിങ് ഭാര്യ ഭർത്താവിനെ കുറിച്ച്. കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ആരോടോ പെരുമാറിയതിൻ്റെ ഒരു ഇഷ്ടക്കുറവ്, ആ ഫീലിങ്സ് ഒന്നങ്ങ് ഓർമ്മിപ്പിച്ചൊരു ശാത്താൻ. 20 വർഷം മുമ്പുള്ളതാ. പക്ഷെ ഇതിലെ കയറി പിടിച്ച് പിന്നെ ഈ ചിന്ത കയറി നമ്മൾ ഭയങ്കര വൈകൃതമുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നുള്ളതാണ്. നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിക്കും. അത് അമ്പലത്തിലോ മസ്ജിദോ ഗുരുദ്വാരയിലോ എവിടെ ആയിക്കട്ടെ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കര സംസാരമാണ് ദൈവത്തോട്. ഇപ്പോൾ ഒരു കരിസ്മാറ്റിക്കാരനാണ് എങ്കിൽ ഉടനെ ദൈവത്തോട് അങ്ങോട്ട് അങ്ങനെ പറയാനുള്ള മുഴുവൻ പറഞ്ഞു വെക്കും. അവൻ അവിടെ ഇരുന്ന് ദൈവത്തെ ശ്രദ്ധിക്കില്ല, സത്യമായിട്ട് ശ്രദ്ധിക്കില്ല. എന്നാൽ ഇവൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാന്ന് വിചാരിക്കുക, അത് എഴുതാൻ്റെ കൂടെ ആയിരിക്കും. അവിടെ ഇരുന്നിട്ട് ഇവൻ്റെ പ്ലാനും പദ്ധതി മുഴുവനും മോശമായതായിരിക്കും. ഇവൻ്റെ പഴയ വേദനകൾ ഓരോന്ന് ഓർത്തോർത്ത് സങ്കടപ്പെടുന്നു. ഇവനെ തന്നെ മുറിപ്പെടുത്തുന്നു. എന്നിട്ട് ആ സങ്കടത്തോടെ വീട്ടിൽ കയറി ചെല്ലുന്നു. ഭാര്യയോട് സങ്കടപ്പെടുന്നു, മക്കളോട് സങ്കടപ്പെടുന്നു, നാട്ടുകാരോട്. ഇവൻ പോകുന്നിടത്തെല്ലാം ഒരു നാട്ടക്കേസായിട്ട് ജീവിച്ചു തീർക്കും. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ ചെറുതാൻ്റെ കൂടെ ഇരുന്നപ്പോൾ ചെറുതാൻ ശ്രദ്ധിച്ച് കിട്ടും. അവൻ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ആദർന്ന് വളവളവളാന്ന് ദൈവത്തോട് നിൽക്കുക പറഞ്ഞുകൊണ്ടിരുന്നു. നേരെ ഒന്ന് തിരിച്ചു പിടിച്ച് നിങ്ങൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവം നീ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്പം ശാന്തമായിരുന്നിട്ട് ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു നോക്കിയേ. അപ്പം ദൈവം ഉള്ളിൽ നിങ്ങളോട് മന്ത്രിക്കും. ആരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. എന്ത് രസമായിരിക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ പെട്ടെന്ന് ചെലുത്താൻ ഏതെങ്കിലും ഒരു സങ്കടപ്പെട്ട ഓർമ്മ, പഴയത് 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 50 വർഷം മുമ്പുള്ള അമ്മായിയപ്പൻ ചെയ്ത്, അല്ലെങ്കിൽ ഭർത്താവ് ചെയ്ത്, അല്ലെ ഭാര്യ ചെയ്ത്, അല്ലെ മക്കൾ ചെയ്ത്, അല്ലെ ചേട്ടൻ അനിയൻ ആരെങ്കിലും ചെയ്ത വിഷമ സങ്കടത്തിൻ്റെ മനസ്സിൽ കയറി വരുമ്പോൾ അപ്പോൾ പറയണം, ഈ ബാഡ് മെമ്മറിയെ കൊണ്ടുതരുന്ന സോ കോൾഡ് ഡെവിൾ ഗെറ്റ് ഔട്ട് ഫ്രം മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പായിട്ട് നിൽക്കാതെ യേശുവിൻ്റെ നാമത്തിൽ നീ വിട്ടുപോ എന്ന് അവനോട് പറയാൻ പഠിച്ചു നോക്കി. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം നമ്മൾ 2 കൊറിന്തോസ് 10:5 ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തകളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ കീഴ്പ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പം അനാവശ്യമായ ഒരു ചിന്ത അങ്ങോട്ട് കയറി വന്നെന്ന് വിചാരിക്കും. ഒരു മോഷണം, ഒരു നുണ, ഒരു ചതി, ഒരു സെക്ഷൽ തിന്മ, എന്തെങ്കിലും ഒരു അനാവശ്യത്തിന്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചെയ്തൊരു ദ്രോഹം ഓർത്തങ്ങ് സങ്കടം വരികയെന്ന് വിചാരിക്കും. അതിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. കീഴ്പ്പെടുത്താനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്, വിട്ടുപോകാൻ പറഞ്ഞേക്കണം. ആ ഓർമ്മ തരുന്ന ശക്തി ആരാണോ അവനോട് നിങ്ങളെ വിട്ടുപോകാൻ പറഞ്ഞു.